പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ ജംഗ്ഷനിൽ കാവേരിയെയും വെയിറ്റ് ചെയ്ത് നിൽപ്പാ വിനീതും നിവിനും. എടാ ഇപ്പൊ വരുമല്ലോ അല്ലേ, സമയത്തിന്റെ കാര്യത്തിൽ അമ്മ ഇത്തിരി സ്ട്രിക്റ്റാ, അതാ ഞാൻ എന്ന് നിവിൻ ടെൻഷനോടെ പറയുമ്പോഴേക്കും കാവേരി തന്റെ സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തുകയാ. അവരെ കണ്ട് കാവേരിയും ആ നിൽക്കുന്ന രണ്ടുപേരെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, എന്തായാലും ഇന്റർവ്യൂ ഉള്ളതല്ലേ വിട്ടുപോയേക്കാമെന്ന് പറഞ്ഞ് അവൾ അവരെ കടന്ന് ഓടിച്ചു പോകുമ്പോഴേക്കും കാവേരി എന്ന് രണ്ടുപേരും ഉച്ചത്തിൽ വിളിക്കുകയാ. അവൾ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കി എന്താ എന്ന് ചോദിക്കുക. വിനീതും നിവിനും അവളുടെ അടുത്തേക്ക് നടന്നു പോവുകയാ. അതിനിടയിൽ വിനീത് നിവിനോടായി ചോദിക്കുന്നുണ്ട്, നിവിനെ നീ എന്തിനാടാ ഇത്ര ടെൻഷൻ ആവുന്നത്? കാവേരി ഒറ്റയ്ക്ക് ചെന്ന് രാജേശ്വരി ആന്റിയെ കണ്ട എന്താ കുഴപ്പമെന്ന്. കുഴപ്പമുണ്ട് ബ്രോ, വലിയ കുഴപ്പമായെന്ന് നിവിൻ ടെൻഷനോടെ പറയുമ്പോഴേക്കും അവർ കാവേരിയുടെ അടുത്തെത്തിയിരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ എന്ന് കാവേരി ചോദിക്കേ കാവേരി കാണാൻ കാത്തു നിന്നതായെന്ന് വിനീതും. അയ്യോ എനിക്ക് അങ്ങനെ നിൽക്കാൻ സമയമൊന്നുമില്ല, രാവിലെ ഒരു ഇന്റർവ്യൂ ഉള്ളതാ എന്ന് കാവേരി പറയേ. കാവേരി നിവിന്റെ അമ്മ രാജേശ്വരി ആന്റിയുടെ റിസോർട്ടിലേക്കുള്ള ജോലിക്കല്ലേ, അത് നിവിന്റെ റെക്കമെൻഡേഷനിലാ ജോലി കിട്ടുന്നത് എന്ന് പറയേ. അതിന് എന്ന് കാവേരിയും. അപ്പോൾ നമുക്കൊരു നന്ദി വേണ്ടെന്ന് വിനീത് ചോദിക്കേ. ശരി താങ്ക്സ് എന്ന് നിവിനോടായി പറഞ്ഞ് വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കാവേരി പോവല്ലേ എന്ന് പറഞ്ഞ് വിനീത് തടയുന്നുണ്ട്. ഇനി എന്താ റെക്കമെൻഡേഷന് കൈക്കൂലി വേണോ എന്നവൾ ചോദിക്കേ. പരുങ്ങലോടെ ചെറിയൊരു റിഹേഴ്സൽ എന്ന് വിനീതു. റിഹേഴ്സലോ, എന്ത് റിഹേഴ്സൽ എന്ന് കാവേരി ചോദിക്കേ. ഇന്റർവ്യൂവിന്റെ എന്ന് വിനീതു. അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് നേരത്തെ എന്ന് കാവേരി ചോദിക്കേ. കാവേരി ഈ ജോലി വേണോ വേണ്ടയോ എന്ന് വിനീതും. ജോലി വേണം എന്നവൾ തീർത്തു പറയേ. എങ്കിൽ പറയുന്നതനുസരിക്ക് എന്ന് വിനീത് താക്കീതോടെ പറയേ. എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് കാവേരി. നീ ആദ്യം അതിൽ നിന്നൊന്ന് താഴോട്ട് ഇറങ്ങുന്ന വിനീത് പറയുമ്പോഴേക്കും കാവേരി സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങുകയാ. ഇറങ്ങി ഇനി എന്നവൾ ചോദിക്കേ. കാവേരി എങ്ങനെയാ അമ്മയുടെ ഓഫീസിലേക്ക് നടന്നു ചെല്ലുക, ഒന്ന് നടന്ന് കാണിച്ചെന്ന് നിവിൻ ചോദിക്കുമ്പോഴേക്കും അവൾ ബലം പിടിച്ച് നടക്കുന്നതായി അഭിനയിച്ചു കാണിക്കുകയാ. ഇതെന്താ കാവേരി ഇത്, എല്ലാം ചെല്ലുവാണെന്ന് കരുതി രാജേശ്വരി ആന്റി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടും എന്ന് വിനീത് കളിയാക്കെ. ഞാൻ പിന്നെ എങ്ങനെയാ നടക്കണ്ടേ എന്ന് കാവേരി. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിവിൻ നടന്നു ചെന്ന് ശാലീനഭാവത്തിൽ നടന്നു വരുന്നതായി അഭിനയിച്ചു കാണിക്കുകയാ. അവൾ അതനുകരിച്ച് നടന്നു കാണിക്കുമ്പോഴേക്കും വിനീതും പൊട്ടിച്ചിരിക്കുകയാ. അത് കാണേ അവളും വിനീതേട്ടാ നടത്തമൊക്കെ ഞാൻ നടന്നോളാന്ന് പറ, ഇന്റർവ്യൂവിന് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാവേരി പറയുമ്പോഴേക്കും നിവിനും ശരി ഞാൻ എന്റെ അമ്മയാണെന്ന് കരുതിക്കോ, ഞാൻ ചോദ്യം ചോദിക്കും കാവേരി അതിന് മറുപടി പറയും എന്നവൻ പറയേ. ശരി എന്ന് കാവേരിയും അത് സമ്മതിക്കുകയാണ്. ശരി എന്താ പേര് എന്ന് നിവിൻ ചോദിക്കേ. എന്റെ പേര് ആന്റിക്ക് അറിയാലോ, അരവിന്ദന്റെ മോള് കാവേരി എന്നവൾ പറയുന്നത് കേൾക്കെ. ശേ കളഞ്ഞു എന്ന് ടെൻഷനോടെ നിവിൻ. അമ്പരപ്പോടെ എന്താ അളിയാ അവള് പറഞ്ഞത് ശരിയല്ലേ എന്ന് വിനീത് ചോദിക്കേ. എടാ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നുമല്ല, കാവേരിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടൊന്നുമല്ല എന്ന് പരിഭവത്തോടെ പറയേ. കാവേരി മര്യാദയ്ക്ക് ചോദിക്കുന്നതിന് ഉത്തരം പറ എന്ന് വിനീതും താക്കീത് നൽകുകയാ. ശരി ഒന്നുകൂടെ ചോദിക്കുന്നു കാവേരിയും. എന്താ പേര് എന്ന് നിവിൻ ചോദിക്കേ. കാവേരി എന്ന് കാവേരി. അത്രയും ബിൽഡപ്പ് ഒന്നും വേണ്ട, ഇത്തിരി താഴ്ത്തി പിടിക്ക് കേട്ടോ എന്ന് നിവിൻ പറയേ. കാവേരി ഇത് മതിയോ എന്നവൾ ചോദിക്കുക. ഇത് സ്റ്റൈലായിട്ടുണ്ട്. ഏതുവരെ പഠിച്ചു എന്ന് നിവിൻ ചോദിക്കേ. ഡിഗ്രി. വേറെ ഏതെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. റിസോർട്ടിലെ ജോലിയൊക്കെ പരിചയമുണ്ടോ എന്ന് നിവിൻ വീണ്ടും ചോദിക്കേ. വേറെ ജോലിക്കൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ റിസോർട്ടിലെ ജോലിയും ചെയ്തിട്ടില്ലെന്നല്ലേ അർത്ഥം എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ. കാവേരി ഇങ്ങനെ ചോദിക്കുന്നയാളുടെ മുഖത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞു. ജോലി കിട്ടൂല, അല്പം മര്യാദയ്ക്ക് മറുപടി പറയാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് കേൾക്കെ കാവേരിയും പിന്നെ ഈ ചോദ്യത്തിന് എന്താ മറുപടി പറയേണ്ടത് എന്ന് ചോദിക്കേ. അത് നിവിൻ പറഞ്ഞു തരുമെന്ന് വിനീതു. ചോദ്യത്തിന്റെ മറുപടി മാത്രം പറഞ്ഞാൽ മതി, വിശദീകരണമൊന്നും വേണ്ട. മുൻപ് റിസോർട്ടിൽ ജോലി ചെയ്ത പരിചയമുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നിവിൻ പറയേ. ശരി കോടതിയാണല്ലോ എന്ന് കാവേരി. കാവേരി എന്ന് താക്കീതോടെ വിനീത് വിളിക്കേ. സോറി വിനീതേട്ടാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് കാവേരിയും. ഒരു ജോലി ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ആ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് നിവിൻ ചോദിക്കേ. അതെ എന്ന് കാവേരിയും. ഓക്കെ കഴിഞ്ഞു എന്ന് നിവിൻ പറയേ. അപ്പോ ഞാൻ പാസ്സായി എന്ന് കാവേരി സന്തോഷത്തോടെ ചോദിക്കേ. ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്താലെന്ന് നിവിനും. ശരി ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് കാവേരി ചോദിക്കേ. എന്താ എന്ന് നിവിനും. എനിക്ക് ശമ്പളം എത്ര കിട്ടും എന്നവൾ ചോദിക്കേ. അതൊക്കെ അമ്മ തീരുമാനിക്കും, തൽക്കാലം ഇയാളിപ്പോ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പിന്നെ ഞാൻ ആദ്യം പോവാം, ഇയാളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി, നമ്മൾ തമ്മിൽ ഒരു ധാരണയുണ്ടെന്ന് അമ്മ ഇപ്പോൾ അറിയണം. ഓക്കെ ശരി എന്ന് പറഞ്ഞ് നിവിൻ തന്റെ വണ്ടിയെടുത്ത് പോവുകയാണ്. ഇനിതപ്പോഴേക്കും കാവേരിയോടായി. കാവേരിക്ക് ഇപ്പോൾ ഈ ജോലി എന്തുമാത്രം അത്യാവശ്യമാണെന്ന് അറിയാലോ, അതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ അടങ്ങി ഒതുങ്ങി അറ്റൻഡ് ചെയ്യണം എന്ന് പറയേ. ശരി വിനീതേട്ട. പക്ഷേ രാജേശ്വരിയുടെ ചക്രവർത്തിനിയാണെന്നുള്ള ഭാവമുണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം, കുടുംബത്തിന് വേണ്ടിയല്ലേ. ശരി വരട്ടെ എന്ന് പറഞ്ഞ് അവൾ തന്റെ സ്കൂട്ടി എടുത്ത് റിസോർട്ടിലേക്ക് തിരിക്കുക. പിന്നീട് റിസോർട്ടിൽ രാജേശ്വരിയുടെ അരികിലെത്തിയ കാവേരിയാണ് കാണിക്കുന്നത്. കൂടെ നിവിനും ആസിഫും ഉണ്ട്. നിവിൻ ശബ്ദം താഴ്ത്തി ഗുഡ് മോർണിംഗ് പറ എന്ന് കാവേരിയോടായി പറയുമ്പോഴേ കാവേരിയും സല്യൂട്ട് ചെയ്ത് ഗുഡ് മോർണിംഗ് മാം എന്ന് വിളിച്ചു പറയുക. അത് കേൾക്കെ രാജേശ്വരി അവളെ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും ഇതാണമ്മ ഞാൻ പറഞ്ഞ കുട്ടി എന്ന് നിവിനും. രാജേശ്വരിയും ദേഷ്യത്തോടൊന്ന് മൂളിക്കൊണ്ട് ഇരിക്കുക എന്ന് പറയുമ്പോഴേക്കും കാവേരിയും ചാടിക്കയറി കസേരയിലേക്ക് ഇരിക്കുകയാണ്. അത് കാണാൻ രാജേശ്വരിയും നിന്നോടല്ല ഇരിക്കാൻ പറഞ്ഞത് എന്ന് കാവേരിയോടായി പറഞ്ഞ് നിവിൻ നീ ഇരിക്കെന്ന് പറയേ. അവളോട് എഴുന്നേൽക്കാനായി ആംഗ്യം കാണിക്കുക നിവിൻ. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുമ്പോഴേക്കും നിവിൻ ആ ചെയറിലേക്ക് ഇരിക്കുക. എന്താ നിന്റെ പേരെന്ന് രാജേശ്വരി ചോദിക്കേ.
കാവേരി കാ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കാവേരി എന്ന് ചാടിക്കയറി നിവിനും വിളിച്ചു പറയുന്നു. നിന്നോട് ചോദിച്ചോ എന്ന് ദേഷ്യത്തോടെ രാജേശ്വരി അവനോടായി ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. കാവേരി എന്നവൾ ഉച്ചത്തിൽ പറയേ ശബ്ദം താഴ്ത്തി പറ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞ് നിവിനും കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് കാണാൻ രാജേശ്വരിയും നിവിൻ കഥകളി വേണ്ട ഏതുവരെ പഠിച്ചെന്ന് കാവേരിയോടായി ചോദിക്കുക. BA എന്നവൾ പറയേ ഇത്രയും പഠിപ്പുള്ള ഒരാൾക്ക് ഇവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറെ ജോലിക്ക് പോയിക്കൂടെ എന്ന് രാജേശ്വരി ചോദിക്കുക. അതുകൾക്ക് കാവേരിയും എന്തു പറയണമെന്നറിയാതെ കണ്ണുകൊണ്ട് നിവിനെ ആംഗ്യം കാണിക്കുമ്പോഴേക്കും ഇത്തിരി ഇമോഷൻ ഇടന്ന് നിവിൻ ആംഗ്യം കാണിക്കുക. അതിനൊക്കെ പറഞ്ഞ് കാവേരിയും ഇമോഷനെല്ലാം വരുത്തിക്കൊണ്ട് ഈയിടെ എന്റെ അച്ഛൻ മരിച്ചു മാഡം. കുടുംബത്തിൽ ഇപ്പോൾ ഒരു ജോലി അത്യാവശ്യമാ. വീട്ടിലെ അടുപ്പ് പുകയുണ്ടേ. ഈ നാട്ടിൽ കിട്ടാവുന്നൊരു ജോലി റിസോർട്ടിലും ഹോം സ്റ്റേയിലുമാ. അതുകൊണ്ടാ പുഷ്പവാടിയിലെ ഏറ്റവും വലിയ റിസോർട്ടായ ടീക്കപ്പ് റിസോർട്ടിൽ ജോലി കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് കരുതി എന്ന് പറഞ്ഞവൾ എങ്ങനെയുണ്ടെന്ന് നിവിനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും അപ്പോ വേറെ ജോലി കിട്ടിയാൽ പോവുമെന്നർത്ഥം എന്ന് രാജേശ്വരി. പോവില്ലമ്മ എന്ന് നിവിൻ ചാടിക്കയറി പറയുന്നത് കേൾക്കേ നിവിൻ നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം, ഇല്ലെങ്കിൽ പുറത്തു പോയെന്ന് രാജേശ്വരി അവനെ വഴക്കു പറയുക. കാവേരിയും ഇതിലും നല്ല ജോലിയൊന്നും വേറെ എവിടെയും കിട്ടില്ല മാഡം. ടീക്കപ്പ് അല്ലേ പുഷ്പവാടിയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പുകഴ്ത്തുന്നത് കാണേ. പുകഴ്ത്തി പറഞ്ഞാൽ രാജേശ്വരി വീഴുമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ. ഈ കപ്സ് പുഷ്പവാടിയിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റാ. അതുകൊണ്ട് ഞാൻ അത് വിട്ടു. പിന്നെ എന്തെങ്കിലും കാര്യം ചോദിക്കും. ട്രെയിനിലും ബസ്സിലുമൊക്കെ കാർഡ് വിതരണം നടത്തുന്നവരുടെ ഭാഷ വേണ്ട. പാറമട തൊഴിലാളിയായ അച്ഛൻ നടുവൊടിഞ്ഞു കിടപ്പാണെന്നും ക്യാൻസർ രോഗിയായ അമ്മയ്ക്ക് ചികിത്സ വേണമെന്നും ഒക്കെയുള്ള മട്ടില്. മനസ്സിലായോ എന്ന് രാജേശ്വരി ചോദിക്കേ. അതേന്ന് കാവേരി തല കുലുക്കുകയാ. ആംഗ്യ ഭാഷ വേണ്ട, ഓരോന്നിനും വാ തുറന്ന് മറുപടി പറയാം എന്ന് രാജേശ്വരി പറയേ. മനസ്സിലായി എന്ന് കാവേരി. മുമ്പ് ഈ ജോലി ചെയ്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് രാജേശ്വരി ചോദിക്കേ. ഇല്ല എന്ന് കാവേരി. പിന്നെ നിന്നെ ഞാൻ എന്തിനീ ജോലിക്ക് എടുക്കണം എന്ന് രാജേശ്വരി ചോദിക്കേ. ഓരോന്ന് എനിക്ക് പറഞ്ഞു തന്നാ മതി, ഞാൻ നല്ല ബെസ്റ്റ് ആയിട്ട് ചെയ്യും എന്ന് കാവേരിയും. നിനക്ക് ഞാൻ ജോലിയും തരണം, ജോലി പറഞ്ഞു തരികയും വേണം. എനിക്കതിന്റെ ആവശ്യം എന്താണെന്ന് രാജേശ്വരി ചോദിക്കേ. ഇൻഡസ്ട്രിയിലേക്ക് പുതിയ പുതിയ ആൾക്കാരൊക്കെ കടന്നു വരണ്ടേ മാഡം? ഭാവിയിൽ ഞാനും ഒരു മിന്നും താരമായാലോ? മാഡവും കടന്നു വരുമ്പോ ഒരു പുതുമുഖമായിരുന്നല്ലോ. അവൾ ചോദിക്കുന്നതിൽക്ക് ഒരു ചിരിയോടെ എത്രയാ മീനുന്താരത്തിന്റെ ശമ്പളം എന്ന് രാജേശ്വരിയും. അതിപ്പോ ഇവിടെ എത്രയാ കൊടുക്കുന്നെന്ന് എനിക്കറിയില്ലല്ലോ എന്നവൾ ചോദിക്കേ. ഇവിടെ കൊടുക്കുന്നതല്ല, നീ എത്രയാ പ്രതീക്ഷിക്കുന്നെന്ന് പറഞ്ഞാൽ മതിയെന്ന് രാജേശ്വരി. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട്, അതുകൊണ്ട് പ്രതീക്ഷയും വലുതാണെന്ന് കാവേരി പറയേ. നിന്റെ ഒരുപാട് ആവശ്യമൊന്നും പരിഗണിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു 20,000 രൂപ തരാമെന്ന് രാജേശ്വരി പറയേ. ഒരു 30,000 രൂപയാക്കോ മാഡം എന്ന് കാവേരി. ഇവിടെ ലേലം വിളിയൊന്നുമില്ല, 20,000 എന്ന് രാജേശ്വരി തീർത്തു പറയേ. ശരി മാഡം എന്ന് കാവേരി. ഒരു മാസം നിർത്തി നോക്കും. ആ കാലയളവിലെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കും എന്ന് രാജേശ്വരി പറയേ. ശരി മാഡം എന്ന് കാവേരിയും. മര്യാദയ്ക്ക് വായടച്ച് പണിയെടുത്തോളണം, ഇല്ലെങ്കിൽ ഏത് സമയവും പറഞ്ഞുവിടും എന്ന് രാജേശ്വരി വീണ്ടും ഓർമ്മിപ്പിക്കേ. ശരി മാഡം എന്ന് കാവേരി. എന്ന് രാജേശ്വരി പറയേ. അവൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും താങ്ക് യു പറ എന്ന് പതിയെ നിവിൻ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. അതുകൾക്ക് അവളും ഉച്ചത്തിൽ താങ്ക് യു മാഡം എന്ന് വിളിച്ചു പറയുമ്പോഴേക്കും ഒരു ഞെട്ടലോടെ രാജേശ്വരിയും അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കുകയാണ്. ഒരു പരുങ്ങലോടെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും രാജേശ്വരി ദേഷ്യത്തോടെ നിവിനെ ഒന്ന് നോക്കുകയാണ്. പിന്നീട് ജോലിയിലേർപ്പെട്ട രാജേശ്വരിയെ ഒന്ന് നോക്കിക്കൊണ്ട് നിവിൻ പെട്ടെന്ന് സന്തോഷത്തോടെ അവിടെ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടുകയാണ്. വരിയും സ്കൂട്ടിൽ കയറി ഹെൽമെറ്റ് എടുത്തു വെച്ചുകൊണ്ട് എന്റെ അമ്മോ, IAS പരീക്ഷയ്ക്ക് പോലും ഉണ്ടാവില്ല ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യൽ, പോലീസ് കയറുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് ഓടിയെത്തിയ നിവിനും പോവല്ലേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് ഓടിയെത്തുകയാണ്. ഓടിയെത്തിയവനും ഒരു കിതപ്പോടെ കാവേരി എങ്ങനെ ടെസ്റ്റ് പാസ്സായി എന്ന് ചോദിക്കേ. പാസ്സായെന്നോ? 1 മാസത്തേക്ക് വരാനല്ലേ പറഞ്ഞത് എന്നവൾ ചോദിക്കേ. കാവേരി വാ നമുക്ക് നോക്കാം, ഞാനല്ലേ ഉള്ളത് എന്ന് നിവിൻ പറയേ. പക്ഷേ നിവിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് കാവേരി. അതൊക്കെ ഇഷ്ടപ്പെട്ടോളും, കാവേരിയെ ആർക്കാ ഇഷ്ടപ്പെടാത്ത എന്നവൻ പ്രണയത്തോടെ ചോദിക്കേ. ശമ്പളം കുറച്ച് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു എന്ന് കാവേരി. അതും ശരിയാക്കാം എന്നവൻ പറയേ. കൂടാൻ സാധ്യതയുണ്ടോ എന്ന് കാവേരി. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞവൻ കൈനീട്ടുമ്പോഴേക്കും എന്തെന്ന് കാവേരിയും ചോദിക്കുക. ഓൾ ദി ബെസ്റ്റ് പറയാൻ എന്നവൻ പറയുമ്പോഴേക്കും അവൾ അവനെ ഷെയ്ക്ക് ഹാൻഡ് നൽകുക. അവൻ അതിൽ പിടിവിടാതെ പ്രണയത്തോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോഴേക്കും അതേ കൈ എന്റേതാ, ഇത് വിട്ടിരുന്നെങ്കിൽ ഇതുമായിട്ട് വീട്ടിൽ പോവായിരുന്നു എന്ന് പറയേ. സോറി എന്ന് പറഞ്ഞ് നിവിനും കൈ വിടുവിക്കുക. ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിടാമെന്ന് അവൻ പറയേ. ഇതേ ഞാൻ ജനിച്ചു വളർന്ന നാൾ, ഏത് പാതിരാത്രിയും പുറത്തിറങ്ങി നടക്കാൻ ആരുടെയും കൂട്ടുവേണ്ട എന്ന് പറഞ്ഞവൾ വണ്ടിയും എടുത്ത് പോകുമ്പോഴേക്കും നിവിനും സന്തോഷത്തോടെ നോക്കി നിൽപ്പാ. അങ്ങനെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിനരികിൽ വെച്ച് ആസിഫിനോടൊത്ത് സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്ന നിവിനും അച്ഛന്റെ ശബ്ദത്തിൽ നിളയുടെ കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുന്ന വിനീതും യമുനയുമായി പ്രണയ സല്ലാപത്തിൽ ഏർപ്പെടുന്ന വിശാലും റിസോർട്ടിൽ കാവേരി ജോലിക്ക് ജോയിൻ ചെയ്യുന്നതും ഗംഗ തന്റെ തയ്യലുമായി മുന്നോട്ട് പോകുന്നതും കോളേജിലെ യമുനയുടെയും വിശാലിന്റെയും പ്രണയ നിമിഷങ്ങളുമൊക്കെയായി കഥ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കോളേജിൽ പോയ യമുന വിശാലുമൊത്ത് ഒരു കറക്കമെല്ലാം കഴിഞ്ഞ് അവന്റെ
ബൈക്കിൽ കയറി നാട്ടിലെത്തുമ്പോഴേക്കും വീടെത്താറായ സമയത്ത് വഴിയിൽ വണ്ടി നിർത്താനായി ആവശ്യപ്പെട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് യമുന. എന്തു പറ്റിയെന്ന് വിശാൽ ചോദിക്കെ വീടെത്താറായില്ലേ വിശാൽ, ആരെങ്കിലും കാണുമെന്ന് യമുന. ആൾക്കാർ കണ്ടായിപ്പോ എന്താ എന്ന് വിശാൽ ദേഷ്യത്തോടെ ചോദിക്കെ എന്തിനു വെറുതെ ഇപ്പോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്ന് യമുന ചോദിക്കെ ആൾക്കാരിപ്പോ എന്ത് പറയുമെന്നാ എന്ന് വിശാലും. ജയബാലന്റെ മകനും അരവിന്ദന്റെ മകളും തമ്മിൽ പ്രേമത്തിലാണെന്ന് തോന്നുന്നു, അവര് മിക്കവാറും ഒളിച്ചോടുമെന്ന് തോന്നുന്നു എന്നൊക്കെ. എന്നവൾ പറയെ ആദ്യം പറഞ്ഞത് സത്യമാണ്, പിന്നെ ഒളിച്ചോട്ടത്തിന്റെ കാര്യം അത് നിന്റെ ആഗ്രഹമാണെങ്കിൽ വൈകിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഈ വണ്ടിയുമെടുത്ത് ഒളിച്ചോടി കളയാം എന്നവൻ ചോദിക്കുന്നത് കേൾക്കെ പോ കഴുതേ തെമ്മാടി എന്ന് പറഞ്ഞവൾ കൊഞ്ചിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി ഗംഗ നടന്നു വരുന്നത്. ഗംഗേച്ചിയെ കണ്ടവൾ പേടിയോടെ വിശാലിനെ നോക്കുമ്പോഴേക്കും ഗംഗ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് വിശാൽ എന്താ ഈ വഴി എന്ന് ചോദിക്കേ അല്ല യമുനയ്ക്കൊരു കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് വിശാൽ. ഇത്രയും ഭാരമുള്ള ബൈക്കൊക്കെ തള്ളിക്കൊണ്ട് നടന്ന് കമ്പനി കൊടുക്കുന്നത് ബുദ്ധിമുട്ടല്ലേ എന്നവൾ ചോദിക്കേ അല്ല ബസ് സ്റ്റോപ്പ് വരെ ബൈക്കിൽ ഒരുമിച്ചാ വന്നത്, പിന്നെ ഇവിടെ എത്തിയപ്പോ യമുന പറഞ്ഞു ആരെങ്കിലും കണ്ടാലോ പിന്നെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു എന്ന് വിശാൽ. ഇതുകൾക്ക് ദേഷ്യത്തോടെ യമുനയൊന്ന് നോക്കിക്കൊണ്ട് കോളേജിൽ നിന്ന് ബസ് കിട്ടില്ല നിനക്ക് എന്ന് ഗംഗ ചോദിക്കേ ഇല്ല എന്ന് പേടിയോടെ യമുന. കോളേജ് ബസ് കിട്ടിയില്ലെന്നോ എന്ന് ഗംഗ ചോദിക്കേ ഇല്ല, ഫൈനൽ ഇയർക്കാരുടെ എക്സാം ആയിരുന്നു ഇന്ന്, അത് കഴിഞ്ഞേ കോളേജ് ബസ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്ന് ഒരു പരുങ്ങലോടെ യമുന. വിശാലിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വിശാൽ പോയിക്കോ, ഇനി ഞാൻ ഇവൾക്ക് കമ്പനി കൊടുത്തോളാം ഒക്കോ എന്ന് പറയുമ്പോഴേക്കും ശരി യമുന എന്ന് പറഞ്ഞ് തന്റെ വണ്ടിയും എടുത്ത് പോവുകയാ വിശാൽ. ഒരു പതർച്ചയോടെ യമുന നിൽക്കുമ്പോഴേക്കും ഗംഗ അവളുടെ കവിളത്ത് ആഞ്ഞടിക്കുകയാണ്. ത്തോടെ നിൽക്കുന്ന ഗംഗയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീട്ടിലൊരു ഹോം സ്റ്റേ തുടങ്ങുന്ന കാര്യം കാവേരി വീട്ടുകാരുമായി ആലോചിക്കുന്നതും ശാരദയെ സഹായിക്കാനായി ജയബാലൻ പണവുമായി എത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.